ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ജഡ്ജി അറിഞ്ഞില്ലെങ്കിൽ നീതി നടപ്പാക്കാനാകില്ലെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷ. രാജാവ് മഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടത്. മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല ജഡ്ജസ് മറുപടി പറയാത്തത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ഞാൻ നിങ്ങളിലേക്ക് വരുന്നു. വർദ്ധിച്ചു വരുന്ന റോഡപകടങ്ങൾ, യഥാർത്ഥത്തിലെ റോഡുകൾ കുരുതിക്കളമായിട്ട് മാറുകയാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് എൻ്റെ അടുത്ത് എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ശ്രീ ഹനീഫ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ച് പറഞ്ഞു, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചൊരു വീഡിയോ തന്നെ. കാരണം അത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് വേറൊന്നുമല്ല. അദ്ദേഹം സെൽഫ് ഡ്രൈവിംഗ് നടത്തുന്ന ആളാണ്, തന്നെത്താൻ വണ്ടി ഓടിച്ചു പോകുന്നതാണ്. ഇപ്പോൾ റോഡിലൂടെ വണ്ടി ഓടിക്കാൻ വലിയ ഭയമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് പ്രൈവറ്റ് ബസ്സുകാരെയല്ല, KSRTC-കാരെയാണ്. KSRTC ബസ്സുകൾ അതിനകത്തിരിക്കുന്ന ഡ്രൈവേഴ്സ് എന്ന് പറയുന്നവർ അവർക്ക് ഒരുപാട് ആവശ്യതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അത് അവരുടെ യഥാർത്ഥത്തിൽ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള ആ ജോലി കൃത്യനിർവഹണത്തിനിടയിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ശമ്പളത്തെ സംബന്ധിച്ചൊക്കെ ഉണ്ടാകുന്നുണ്ട്. മറ്റു ആനുകൂല്യങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവർക്ക് പ്രശ്നമുണ്ട്. അത് KSRTC-യുടെ ബുദ്ധിമുട്ടാണ്, അത് നാട്ടുകാരുടെ ബുദ്ധിമുട്ടല്ല. അതാദ്യം മനസ്സിലാക്കണം. ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളപ്പോൾ പോലും വളരെ വലിയ അഹങ്കാരത്തോടു കൂടിയാണ് നിങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുന്നതെന്ന്, KSRTC ഡ്രൈവേഴ്സ് ഡ്രൈവ് ചെയ്യുന്നതെന്ന് ഒരുപാട് ആളുകൾക്ക് ആക്ഷേപമുണ്ട്. റോഡിൽ ഒരുപാട് പേരെ ഒരു 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 കൊച്ചു പയ്യന്റെ കൈ മുറിച്ച് കളഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പം മുറിഞ്ഞു പോയത് അറിയാമല്ലോ. അവന്റെ സഹോദരി മരിച്ചു, അതായത് റോഡ് അപകടത്തിൽ കൊല്ലപ്പെട്ടതാണ്. മരിക്കുന്നത് നമുക്ക് പറയുന്നത് ശരിയല്ല. അതൊക്കെ എന്താ കാര്യം? അത് KSRTC അല്ലേ അതിന്റെ കാര്യം എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചൂണ്ടിക്കാണിച്ചത്, അതായത് ഈ ബസ് അത്ര അസാമാന്യമായ സ്പീഡിൽ വളവിനൊക്കെ അല്പം പോലും ബ്രേക്ക് ചെയ്യാതെ കൊണ്ടുവന്നങ്ങ് തിരിച്ച് കയറ്റുകയാണ്. അപ്പോൾ റോങ് സൈഡാണ് കയറി വരുന്നത്. ഈ കാറൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നവർക്ക് അതെങ്ങോട്ട് ഒതുക്കി നിർത്താൻ പോലും ഒരു മാർഗം കൊടുക്കുന്നില്ല. അങ്ങനെ ധാരാളം അപകടങ്ങൾ ഉണ്ടാകുന്നു. ഭയമാണ് വണ്ടി ഓടിക്കാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ശ്രീ ഗണേഷ് കുമാർ, അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം വളരെ നല്ലതായിട്ട് ഭരിക്കുന്ന മന്ത്രിയുമാണ്, അതിനും സംശയമില്ല. പക്ഷേ അദ്ദേഹം ഈ ഡ്രൈവേഴ്സിനോട് അദ്ദേഹം ഇത് ഇങ്ങനെ ഒരു അൾട്ടിമേറ്റം കൊടുക്കണം. ഇതുപോലെ അഹങ്കാരമായിട്ട് വണ്ടി ഓടിക്കുന്നവന്മാർക്കുള്ളതല്ല KSRTC-യിലെ ഡ്രൈവറുടെ ജോലി എന്നുള്ളത് ശ്രീ ഗണേഷ് കുമാർ ഒന്ന് പറഞ്ഞു കൊടുക്കണം. അവരെ ശരിയായിട്ട് നിയന്ത്രിക്കണം. അതിനെ ഈ സ്പീഡിനൊക്കെ ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ ആ സ്പീഡ് ചെക്കൊക്കെ നടത്താനായിട്ട് നമ്മുടെ പോലീസ് സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കണം. അത് KSRTC ആയാലോ ആരായാലോ, KSRTC ആയാൽ അത് പ്രശ്നമില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാവരുത്. അവരെ പോലീസ് പിടിക്കണം. കാരണം വളരെ വളരെ ഫാസ്റ്റായിട്ട് തോന്നിയ ദിവസം പോലെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അത് അത്രത്തോളം സ്പീഡ്, അതായത് ആ ലിമിറ്റിന് കൂടുതൽ സ്പീഡ് വന്നു കഴിഞ്ഞാൽ അവരെയും തടഞ്ഞു നിർത്തി അവർക്ക് ഫൈൻ അടിക്കണം. അവർ KSRTC ഉദ്യോഗസ്ഥരായതുകൊണ്ട് അവർക്ക് എങ്ങനെ ഓടിക്കാൻ പറ്റും? ഇല്ലല്ലോ. ബാക്കിയുള്ള ആളുകളാണെന്നെങ്കിൽ പോലീസ് തടയത്തില്ലേ? ഓവർ സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ ഓവർ സ്പീഡ് പറഞ്ഞിട്ട് പോലീസ് തടഞ്ഞിട്ട് അത് നിങ്ങൾ പൈസ പിരിക്കത്തില്ലേ? പക്ഷെ അതേപോലെ പിരിക്കണം ഇവരുടെ ഇന്ന്. അങ്ങനെ നിങ്ങൾ പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനൊരു മര്യാദ കാണും. ഇല്ലെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റോഡിൽ വളരെ ബുദ്ധിമുട്ടാണ്. KSRTC ബസ് ഓടിക്കുന്നത് എവിടെ ഓടിക്കുന്നതായാലും അവർ കൊണ്ടുവന്ന് കയറ്റുകയാണ്. ബാക്കി വണ്ടി മാറിക്കൊടുത്തോണ്ടോ? പണ്ട് ആനവണ്ടി എന്ന് നമ്മൾ പറയുമായിരുന്നു. കാരണം ആനവണ്ടി എന്ന് പറയാൻ കാരണം ആനയുടെ പണം ഉള്ളതുകൊണ്ടായിരുന്നു അങ്ങനെ പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ അതുമല്ല. ആന വന്നാൽ നമ്മൾ പായ്ന്ന് മാറത്തില്ലേ? അത് തന്നെ കാട്ടാന വരുന്നതിന് തുല്യമായിട്ടാണ് ഇപ്പോൾ KSRTC വരുന്നത്. KSRTC വന്നു കഴിഞ്ഞാൽ റോഡിൽ നിന്ന് ഓടി മാറി രക്ഷപ്പെടുക എന്നുള്ളതല്ലാതെ വേറെ മാർഗമില്ലാത്തതായി. അത് ഇരുചക്ര വാഹനക്കാർക്കും ചെറിയ കാറ് ഓടിക്കുന്ന ആളുകൾക്കും
ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ റോഡിൽ സൃഷ്ടിക്കുന്നത് എന്ന് എൻ്റെ സഹോദരന്മാരെ KSRTC ബസ് ഓടിക്കുന്നവരൊന്ന് തിരിച്ചറിയണം. ഞാൻ നിങ്ങളുടെ ഒരുപാട് കാര്യത്തിന് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഈ കാര്യത്തിൽ നിങ്ങൾക്കെതിരെ പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. ചിലപ്പോൾ നല്ലതായിട്ട് ഓടിക്കുന്ന ഡ്രൈവേഴ്സ് അധികം ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഭൂരിപക്ഷം പേരും ഈ റോഡിൽ കാണിക്കുന്ന കയ്യാങ്കളി എന്ന് പറയുന്നത് അത്ര വലുതാണ്. കാരണം നിങ്ങൾക്ക് പ്രശ്നമില്ല എന്തായാലും എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. നിങ്ങളെ ബാക്കി ആരെങ്കിലും ആളുകളാണെന്നുണ്ടെങ്കിൽ റോഡിൽ തറഞ്ഞു നിർത്തിയ നാട്ടുകാരെ അടിക്കും. നിങ്ങളെ അടിക്കാൻ പോയി കഴിഞ്ഞാലും ക്രിമിനൽ ഒഫൻസ് വളരെ വലുതായിട്ട് വരും. നിങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞ് അങ്ങോട്ട് വരും. ജാമ്യം പോലും കിട്ടത്തില്ല. നിങ്ങൾ പബ്ലിക് സർവൻറ്റിന്റെ പരിധി വരുന്നു. അതാണ് പ്രശ്നം. പക്ഷേ അത് മുതലെടുത്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ റോഡിൽ അനാവശ്യം കാണിക്കരുത്. അത് ബഹുമാന്യനായ മന്ത്രി ഒന്ന് ശ്രദ്ധിക്കണം.